ദക്ഷിണേന്ത്യയിലെ ആനകളുടെ കണക്കെടുപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. 3 ദിവസങ്ങളിൽ 3 ഘട്ടങ്ങളായിട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കെടുപ്പ് നടത്തുന്നത്. ഓരോ മേഖലയ്ക്കും കീഴിൽ നിശ്ചിത ബ്ലോക്കുകളാക്കി തിരിച്ച് അവിടങ്ങളിൽ ആനകളെ നേരിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ സുരക്ഷിത അകലത്തിൽ നിന്ന് സൂക്ഷ്മതയോടുകൂടി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യ ദിനം ചെയ്യുന്നത്. 2ാം ദിനം അവർ സഞ്ചരിക്കുന്ന പാതയിലൂടെയാണ് വിവരശേഖരണം. 3ാം ദിനം ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും പഠനം നടക്കും. നെടുങ്കയം മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം ആനകളവിടെ തീറ്റ തിന്നുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. 3 ആനകൾ, ഒരു കുട്ടിയനടക്കം 3 ആനകളാണ് ഇവിടെ ഉള്ളത്. ഇതൊരു തേക്ക് പ്ലാന്റേഷനാണ്. നമ്മളീ നിൽക്കുന്ന ഇടത്തൊക്കെ അവർ നടന്നു പോയതിൻ്റെ അടയാളങ്ങളുണ്ട്. സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന വനത്തോട് ചേർന്നുള്ള തേക്ക് പ്ലാന്റേഷനാണ് ഇവിടെ. നമുക്കിവിടെ ആനകളെ തീറ്റ തിന്നുന്നത് കാണാൻ സാധിക്കും. നമ്മളിപ്പം കരളായി റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളിതിനെ രേഖപ്പെടുത്തുന്നതിൻ്റെ ശാസ്ത്രീയമായി? ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം നമ്മൾ ഡയറക്റ്റ് സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ് സൈറ്റിങ്ങിൽ നമ്മൾ ഇന്നലെ ഇതേ ലൊക്കേഷനിൽ ഈ ബ്ലോക്കിൽ തന്നെ നമുക്ക് സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. മൊത്തം ഇന്നലെ നമുക്കൊരു 16 3 ഗ്രൂപ്പിലായിട്ട് ആനയെ കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റ് സൈറ്റിങ്ങിൽ തന്നെ. ഇന്ന് നമ്മൾ ഇതിൻ്റെ 2ാമത്തെ ഭാഗമായിട്ട് നമ്മൾ ട്രാൻസെക്ട് ലൈനിലൂടെ സഞ്ചരിച്ച് ആണ് ഇതിൻ്റെ ആനപ്പിണ്ടം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫോർമുല അനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുക. ഈ ആനകളെ നേരിട്ട് കാണുന്നുണ്ടല്ലോ നമ്മൾ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ മാർക്ക് ചെയ്യുന്ന രീതി? അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു അകലം നിന്നിട്ട് മാക്സിമം അതിനെ ക്ലോസ് ആയിട്ട് എന്നാൽ നമുക്ക് സുരക്ഷിതമായ അകലം നിന്നിട്ട് ആനയുടെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മളെ ഡാറ്റ ഷീറ്റിൽ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതായത് മെയിലാണോ ഫീമെയിലാണോ, അതോ വലിയ മുതിർന്നതാണോ, അതോ ഒരു ഇടത്തരാണോ, ജുവനയിലാണോ, അതോ അതിലും ചെറിയ കാഫാണോ, അതോ സബ് അഡൽറ്റ് ആണോ, ഇങ്ങനെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മളിതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാ സ്റ്റാഫിനും ഇതിൻ്റെ വളണ്ടിയേഴ്സിനും നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് അത് നമ്മളെ ഡാറ്റ ഷീറ്റിൽ അവർക്ക് പിക്ചറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് അവർ ഓരോതിലും നോട്ട് ചെയ്യും. അതുകൂടാതെ കൊമ്പാണെങ്കിൽ കൊമ്പ് എങ്ങനെ മേലോട്ടാണോ താഴോട്ടാണോ, അതോ രണ്ടും അകത്തോട്ട് ആണോ, അതോ രണ്ടും ഡൈവർജ് ആയിട്ട് പുറത്തോട്ടാണോ എന്നുള്ളതും, പിന്നെ അതുപോലെ അതിൻ്റെ വാലിൽ അതിൻ്റെ ബ്രഷ് എങ്ങനെയാണ്, അങ്ങനെ കുറേ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ആ മാർക്കെല്ലാം നമ്മൾ ഇതിൽ നോട്ട് ചെയ്യും. അപ്പോൾ നോട്ട് ചെയ്തിട്ട് ഇത് വേറെ സ്ഥലത്ത് കാണുമെങ്കിൽ ഇത് നമുക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരുവിധം കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു എസ്റ്റിമേഷൻ കണക്കാക്കിയിട്ടാണ്. ഏകദേശം കണക്കാണ് എപ്പോഴും നമുക്ക് ശേഖരിക്കാൻ കഴിയും. അതെ. എന്നാലും മാക്സിമം അത് ആക്യുറസി ആയിരിക്കും. കാരണം 3 ദിവസം 3 മെത്തേഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്രോസ് ചെക്ക് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ടൈഗർ മോണിറ്ററിംഗ് സെല്ലിലെ ടൈഗർ ഫൗണ്ടേഷൻ ഉണ്ട്. അവരാണ് ഈ ഡാറ്റ അവർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അവിടുന്ന് അവരതിൻ്റെ എക്സ്പെർട്സ് ഉണ്ട്. അവിടെ ബയോളജിസ്റ്റ് ഉണ്ട്, പിന്നെ സയൻറ്റിസ്റ്റുമാരൊക്കെ ഉണ്ട്. അവരിത് അനലൈസ് ചെയ്തിട്ട് ആണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. ഈ സാധാരണ സംശയം, ഒരാനയെ തന്നെ 2 ഇടങ്ങളിൽ, ചിലപ്പോൾ 2 ലൊക്കേഷനിൽ 2 ടീമുകൾ കൗണ്ട് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡബിൾ ചെയ്യപ്പെടില്ലേ കൗണ്ടിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ആനയുടെ എല്ലാ ഫീച്ചേഴ്സും മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ഈ ഡാറ്റ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുമല്ലോ, അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. സാർ പറഞ്ഞപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇത് ഈ 2ാം ദിവസം സാർ പറഞ്ഞ പോലെ ആനയുടെ പിണ്ടത്തിന്റെ ഒരു കണക്കല്ലേ, അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? അത് നമ്മുടെ ഈ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, കൗണ്ടിങ് ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിൽ നമ്മളെ മുൻകൂട്ടി ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു 1.5 കിലോമീറ്ററോളം ഡയറക്റ്റ് ലൈന്, ട്രാൻസെക്ട് എന്നാ പറയും, അത് നമ്മൾ ക്ലിയർ ചെയ്യും. എന്നിട്ട് അതിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ സഞ്ചരിക്കും ഈ 1.5 കിലോമീറ്റർ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഉള്ള GPS കോർഡിനേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ആനപ്പിണ്ടങ്ങൾ, അതായത് നമുക്ക് അതിൽ ലൈനിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന മാത്രം നമുക്ക് നോക്കിയാൽ മതി. അതിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പോകുന്ന പാരലൈനിൽ നിന്ന് അതിലേക്കുള്ള ദൂരം കണക്കാക്കും. എത്ര ആനപ്പിണ്ടം കണ്ടു, എത്ര ഹീപ്പ്, എത്ര കൂട്ടം കണ്ടു എന്ന് നോക്കും. അതിൻ്റെ മധ്യത്തിലേക്ക് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഈ ബേസ് ലൈനുള്ള അതിൻ്റെ
ഈ അളവ് നമ്മൾ ഈ ഡാറ്റ ഷീറ്റിൽ നോട്ട് ചെയ്യും. അതുകൂടാതെ ഇതിൻ്റെ പഴക്കം, അഥവാ ഫ്രഷ് ആണോ അതോ ഓൾഡ് ആണോ അതോ വെരി ഓൾഡ് ആണോ, അതുപോലെ ഫ്രഷ് ആണെങ്കിൽ നല്ല നനവുണ്ടാവും, അത് വെറ്റാണോ അതോ ഡ്രൈ ആണോ എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഒരേ സമയത്ത് പല ട്രാൻസാക്റ്റിലും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്ര ആന നമുക്ക് അവിടെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഡാറ്റയും നമ്മൾ ഇതുപോലെ അവർക്ക് കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഒരു ഫോർമുല വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ നമുക്ക് ലഭ്യമാകും. ഇതിന് പുറമെ ഈ GPS പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്? അത് നമ്മളെ ഈ ശരിക്ക് നമ്മുടെ ഈ മൊത്തം ഈ ലാൻഡ്സ്കേപ്പ് നമ്മളെ ഈ നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ 17 ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ കരുളായി റേഞ്ചിൽ 14 ബ്ലോക്കാണുള്ളത്. ഈ ബ്ലോക്കുകളെല്ലാം നമ്മൾ പ്രത്യേകം മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ മാപ്പിൽ ഈ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പുണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ആനയെ കണ്ട ലൊക്കേഷൻ നമുക്ക് നോട്ട് ചെയ്തിട്ട് GPS റീഡിങ്ങും അതിൽ റെക്കോർഡ് ചെയ്യാം. ഒരു ലോക്കസ് മാപ്പ് ഉപയോഗിച്ച് അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ആനയൊന്നും കാണുന്നല്ലോ, ഇപ്പോൾ ആന കണ്ടു, ആ സമയത്ത് നമ്മൾ ആ ലൊക്കേഷനിലെ റീഡിങ് നമുക്ക് ആന മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് ആന നമ്മൾ കണ്ടു എന്നുള്ള സ്പോട്ട് നമുക്ക് കറക്റ്റ് ഒരു പ്രദേശം മുഴുവനായിട്ട് നമുക്ക് ഒരു സമയത്ത് നോക്കാം. അതെ. ഈ മാപ്പ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം ബ്ലോക്കിൽ കിട്ടിയെന്നുള്ള സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ആനകളുടെ എണ്ണത്തിൽ വർധനമാണോ രേഖപ്പെടുത്തുന്നത് ഓരോ വർഷവും? ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിപ്പോൾ ഈ വർഷത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഈ ആനക്കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്, അതേപോലെ ആനകളുടെ മരണം അത് അസ്വാഭാവികമായിട്ടുള്ള അങ്ങനെയാണോ? അതിൻ്റെ ഒരു ഡാറ്റ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എണ്ണത്തിൽ? അത് കുട്ടികളും എണ്ണത്തിൽ കാണുന്നുണ്ട് നമ്മൾ. പിന്നെ ഈ ആനയുടെ കുട്ടികളുണ്ടാകാൻ മിനിമം കുറച്ച് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ആ ഗ്യാപ്പുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യൻ പോലെയല്ല ആന കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അതെന്നാലും ഇപ്പോഴും പ്രശ്നമില്ലാതെ തന്നെ അത് പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ആനകൾ എല്ലാ വർഷവും നമ്മൾ നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ആനകൾ ഏറ്റവും അധികം ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ആ ഒരു വാർത്തകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സാറിൻ്റെ എന്തുകൊണ്ടാണ് ഈ ആനകൾ കൂടുതലായി കാട് വിട്ടിറങ്ങുന്നത്? ഈ ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ നാട്ടിലുള്ളതുകൊണ്ടാണോ അതോ കാട്ടിലില്ലാത്തതുകൊണ്ടാണോ ഭക്ഷണ സാധനങ്ങൾ? അതെ, കാട്ടിലിപ്പോൾ നമ്മൾ ഒരു പറയുകയാണെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റം ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മുമ്പുണ്ടായിരുന്ന ഇവർക്ക് പാലറ്റബിളായിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരുപാട് പുല്ലുകൾ എന്നൊക്കെ ആ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് കുറേ വീഡ്സും മുള്ളും ഒക്കെ വന്നുകൊണ്ട് അവർക്ക് പിന്നെ കഴിക്കാനുള്ളൊരു മേച്ചിൽ പുറം കുറവാണ്. പിന്നെ അത് കൂടാതെ വെള്ളം നമുക്ക് വർഷം തോറും കുറയല്ലേ, അപ്പോൾ വെള്ളത്തിൻ്റെ കുറവും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വാട്ടർ ഹോൾസുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിയുന്നതും കാടിനകത്ത് തന്നെ ഇവർ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രപ്പോസൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്, പുതിയ വാട്ടർ ഹോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, NEGRS വഴിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ലെവലും പഞ്ചായത്ത് ലെവലൊക്കെ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അനുമോദാണ് ഈ സെൻസസിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്ത് നിന്ന്.